സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യൂണിഫേസസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ലെവൻ്റെ പ്രഡിക്ഷൻ ആണ്. സോ പെട്ടെന്നുള്ളൊരു ക്വിക്ക് ആയിട്ടുള്ള പ്രഡിക്ഷൻ ആണ്. ഇത് നമുക്ക് കാഴ്ചയായിട്ട് പറഞ്ഞാൽ ഇത് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ആകെ ഇത് രണ്ടെണ്ണം ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുള്ളൂ. നിയർ പോയിന്റും അതേപോലെ ഫാർ പോയിന്റും ചോദിക്കും. സോ ഒന്ന് പഠിച്ചു വെക്കുക. പ്രകാശത്തിൻ്റെ അപവർത്തനത്തിന് ചന്നം ഭിന്നം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഒന്നാമത് ജലം നിറച്ചൊരു ബലൂൺ ഉണ്ട്, അതിൻ്റെ ബീക്കറിൽ ക്ലാസ്സിലേക്ക് പെൻസിൽ ഇടുമ്പോൾ എന്താണ് സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്തരും. നോട്ട് എവിടെ കിട്ടും? ഇവിടെ ചാനലിൽ കിട്ടും. ഓക്കെ, ചാനലിൽ കിട്ടും. പിന്നെന്താ അടുത്തത് നോക്കാം. അതായത് പ്രകാശ വേഗത്തെ സ്വാധീനിക്കുന്ന ഏതോ ഒരു മാധ്യമമുണ്ട്. ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെന്താ സ്നെൽ നിയമം പ്രസ്താവിക്കാൻ ഷുവർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ പിന്നെന്താ വാർത്താവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഏത് പ്രതിഭാസമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഏത് പ്രതിഭാസമാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. പ്രധാനമായിട്ടും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, പഠിച്ചു വെച്ചിരിക്കണം എന്നത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ വളരെയധികം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള ഒരു ആംഗിൾ തരും. ഈ ഒരു ആംഗിളിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഇതേമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് ഒന്ന് ഉറപ്പ് വരുത്തട്ടോ. പിന്നെന്താ ഇനി പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുകയാണ്. ഇവിടെ നിന്നാണ് ചന്നം ഭിന്നം ക്വസ്റ്റ്യൻ. രണ്ട് സമതലങ്ങൾ പരസ്പരം ഈ ഒരു ഈ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? n ഈസ് ഈക്വൽ ടു 360 തീറ്റ മൈനസ് 1 എന്ന ഇക്വേഷൻ വെച്ചിട്ടും അതേപോലെ തീറ്റ ഇസ് ഈക്വൽ ടു 360 n+1 എന്ന ഇക്വേഷൻ വെച്ചിട്ട് ചന്നം ഭിന്നം ക്വസ്റ്റ്യൻ ഉണ്ട്. പഠിച്ചു വെച്ചോളാം കേട്ടോ. നോട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാണ്ടി. പിന്നെ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന മിററാണ് ഏത്? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺകേവ്. ഇതിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഇമേജ് എന്തായി കിട്ടും? ബിഗ് വലുതായി കിട്ടും. ഇമേജ് എന്ത് കിട്ടും? ഇത് എവിടെ വെച്ചിട്ട്? ഫോക്കസിലും അതേപോലെ പോളിന്റെ ഇടയിലും വെച്ചാൽ നമുക്ക് ഇമേജ് എന്തായി കിട്ടും? വലുതായി കിട്ടും. ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെന്താ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഒരു മിറർ ഇക്വേഷൻ വെച്ചിട്ട് അതായത് 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v ഇമാജ് ആൻഡ് ഇതേപോലെ പ്രതിബിംബം. ഓക്കെ, ഈ കാര്യം വെച്ചിട്ട് ഈ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറന്നു പോകണ്ട, പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എക്സാം ഹോളിൽ കയറുക. പിന്നെന്താ നെക്സ്റ്റ്, ഏത് കണ്ണാടിയിലാണ് വസ്തുവിൽ വലുതായിട്ട് പ്രതിബിംബം ഉണ്ടാകുന്നത്? പഠിച്ചു വെച്ചോ. കോൺകേവ് ആണ്. വൺ വേർഡ് ആണ്, കോൺകേവ് ആണ്. പിന്നെ നെക്സ്റ്റ് ചിത്രം നിരീക്ഷിക്കുക. അതിന്റെ ചിത്രം എന്ത് ചെയ്യുക? ഒന്ന് ബാക്കി വരയ്ക്കാൻ ഒന്നുമില്ല. അതായത് പാരലൽ വരുന്നത് ഫോക്കസിലൂടെ പോകും, അതേപോലെ പോളിലൂടെ വരുന്നത് പോളിലൂടെ തന്നെ തിരിച്ചു പോകും, സെയിം ആംഗിളിൽ പോകും. പിന്നെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ ഇവയുടെയൊക്കെ ഈ ഒരു അയൺ LED ഒക്കെ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് അയണിന്റെയും എൽഇഡിന്റെയും ഒക്കെ ഊർജ്ജമാറ്റം ഇലക്ട്രിക് ചേഞ്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ ഇത് വെച്ചിട്ട് ഇത് എച്ച് ഇസിക്വൾ I സ്ക്വയർ ടി വി എ ടി വി പി ടി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ എച്ച് ഇസിക്വൾ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്ന ഇക്വേഷൻ വെച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതേമാതിരി ഒരു ക്വസ്റ്റൻ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ എല്ലിന്റെ ഡിഫ്യൂസർ കപ്പ് എന്താണ് മറ്റേതെങ്കിലും പാർട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെന്താ ഇത് ഒരു A+ ക്വസ്റ്റ്യൻ തന്നെയാണ്. പഠിച്ചു വെച്ചിരിക്കുക. ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ഇവിടെ 2 മടങ്ങാണെങ്കിൽ ഇവിടെ 4 ആവട്ടോ. 4 മടങ്ങ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും പവർ കാണാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ എന്താ നെക്സ്റ്റ് ഒരു ഇങ്ങനെയുള്ള ഒരു സർക്യൂട്ട് തരും. ഇത് ഇങ്ങനെയുള്ള ഒരു 230 വോൾട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് തരും. നമ്മളെ ഇതൊക്കെ വെച്ചിട്ടുള്ള റെസിസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു സർക്യൂട്ട് തരും. ആ സർക്യൂട്ടിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഫുൾ ഇക്വേഷൻ ഒക്കെ ഇത് R1 + R2 ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ഇതൊന്ന് ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അത് മറന്നു പോകണ്ട. പിന്നെന്താ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എടുക്കുമ്പോൾ എന്താ ഇവിടെ തന്നിട്ടുള്ള ചിത്രവും ചോദിക്കും. ഇതേമാതിരി ഒരു ചിത്രം ചോദിക്കും. ഇതിന്റെ പാർട്സും കാര്യങ്ങളും ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഒക്കെ നമുക്കൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. പിന്നെന്താ ഇതേമാതിരി ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഷുവർ ആയിട്ട് ഒപ്പിട്ട് തരാം. ഇത് 100% ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുള്ള് സെയിം ആണ്. ഈ ഉപകരണത്തിന്റെ പേരെന്താണ്? പാർട്സ് പഠിച്ചു വെക്കുക. അതേപോലെ എന്താ ഇതിന്റെ എനർജി ചേഞ്ച് പഠിച്ചു വെച്ചിരിക്കാൻ മറക്കരുത്. പിന്നെ ഇത് ചോദിക്കാം, ഇത് ഒരു 90% ചോദിക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? ഇത് മോട്ടോറാണ്. മോട്ടോറിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ, അതായത് പാർട്സ് മാർക്ക് ചെയ്യാൻ പഠിക്കുക. അതേപോലെ ഇതിന്റെ എനർജി ചേഞ്ചും എന്താണ് പഠിക്കുക. അതേപോലെ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുക. അതായത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ് ജനറേറ്ററിന്റെ പാർട്സും അടയാളപ്പെടുത്താൻ പഠിക്കുക. അതേപോലെ എന്ത് ചെയ്യുക, ഇതിന്റെ ഊർജ്ജമാറ്റം ഇലക്ട്രിക് ചേഞ്ചും ചെയ്യാൻ പഠിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താ അവസാനത്തിന് മുമ്പുള്ളത് വാട്ട് ഈസ് അതായത് മോട്ടോർ തത്വത്തിന്റെ ദിശ വ്യക്തമാക്കുന്ന നിയമം ഏതാണ്? അത് ഫ്ലെമിങ്ങിന്റെ ആണ്. ഫ്ലെമിങ്ങിന്റെ കേട്ടോ. RJ എന്നുള്ള ഇക്വേഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, RJ. പിന്നെന്താ ഇവന്റെ പ്രത്യേകത 100% ഷുവർ എന്നൊന്നും പറയില്ല.
പിന്നെ പ്രത്യേകത വെച്ച് നോക്കാം എന്താ നമ്മൾ പറഞ്ഞു ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ ഈ നോട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉറപ്പായിട്ട് വായിച്ച് നോക്കാൻ ശ്രദ്ധിക്കും കേട്ടോ. ഓക്കെ, പിന്നെ എന്താ നെക്സ്റ്റ് അടുത്തെന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇത് സ്വിച്ച് ഓൺ ചെയ്ത് എന്ത് ചെയ്യും, ഇത് കത്തും പക്ഷെ എന്താ കണ്ടിന്യൂസ് ആയിട്ട് കത്തൂല. ആ ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉറപ്പായിട്ടും ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എക്സാമുകളിൽ കയറുക. പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ എന്ത് 100% ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 100% ഷുവർ ആയിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ എന്ത് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നാളെ എക്സാമിൽ കാണാം. പിന്നെ നെക്സ്റ്റ് എന്താ അടുത്തത് ട്രാൻസ്ഫോമർ എന്നാൽ എന്ത് ചോദിക്കാൻ സാധ്യത കുറവാണ്, വൺ വേർഡ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെന്താ ട്രാൻസ്ഫോമർ വെച്ചുള്ള ഇക്വേഷൻ അതായത് വി പി വി എസ് കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെന്താ അതേപോലെ ഇതിൽ ഏതാണ് നല്ല കട്ടിയിൽ കത്തുന്നത്, ഏതാണ് നല്ല കട്ടിയിൽ കത്താത്ത ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് നോക്കിയിട്ട് പോകുക കേട്ടോ. അതേപോലെ പിന്നെ സെൽഫ് ഇൻഡക്ഷൻ ഇതും ഒരു 90% ഞാൻ പറയുന്നു സെൽഫ് ഇൻഡക്ഷൻ ചോദിക്കാൻ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, നോട്ട് കിട്ടുമ്പോൾ നോക്കാം. പിന്നെ ഇത് വളരെ 100ൽ 110% ഉറപ്പായിട്ട് കാണപ്പെടും. അതായത് എന്താണ് ഇത് പവർ ഇൻറ്റു ഹവർ ബൈ 1000 എന്നതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് അവസാനത്തിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്, 11,000 വി അല്ലെങ്കിൽ 11,000 വി അല്ലെങ്കിൽ 11 കെ വി എന്ന കാര്യത്തിലൊക്കെ പഠിച്ചു വെച്ചിരിക്കട്ടോ, ഉറപ്പായും പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ നെക്സ്റ്റ് പ്രേഷണത്തിന് ഏത് വോൾട്ടേജ് ആണ് ഉയർത്തുന്നത്, അത് താപനഷ്ടം കൂടാത്തത് കൊണ്ടാണ്. ഏത് വോൾട്ടേജ് ആണ് ഉയർത്തുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഉറപ്പായും പഠിച്ചു വെച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്തുക. പിന്നെ ഫേസ് വയറും ന്യൂട്രൽ ഇത് വൺ വേർഡ് ചോദിക്കും കേട്ടോ. ഫേസ് വയറും ന്യൂട്രലും തമ്മിൽ 220 വോൾട്ട് ഡിഫറൻസ് ഉണ്ടാവും. ഫേസും തമ്മിൽ 400 വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ ന്യൂട്രൽ തമ്മിൽ എന്താ 0 വോൾട്ടേജ് ആണ് കേട്ടോ. 0 വോൾട്ടേജ് ആണ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് നോക്കിയോ, ഇത് 100% ഷുവർ ആയിട്ട് നമുക്ക് ചോദിക്കാമെന്ന് പറയില്ല, ഒരു 20% നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് 3 പിന്നിലെ ഇതെന്താ നമ്മൾ 3 പ്ലഗ് ഉണ്ടാവില്ല, ഇതൊന്ന് എർത്ത് ന്യൂട്രൽ ഫേസ് എന്നുള്ള അതിലെ ഈ ഒരു എർത്ത് എന്തിനു വേണ്ടിയിട്ടാണുള്ള കാര്യം ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ ഇത് ഉറപ്പായും നമുക്ക് നമ്മളെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചിത്രം മനോഹരമാക്കാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ELCBയോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ ചോദിക്കുക. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ് കേട്ടോ. ഇനി ഇതിന്റെ എന്താണ് പ്രധാന വരിന്റെ ആൻസർ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കുക, നോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെന്താ സോളിനോയിഡിലെ കാന്തിക ശക്തിയെ സ്വാധീനിക്കുന്ന ഘടകം കൈരളിൽ ചോദിച്ചാണ്, നല്ല സാധ്യതയുള്ള ഒരു 10% നമുക്ക് കൊടുക്കാം. ഇത്രയും പറഞ്ഞിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ച ഉറപ്പാണ് 36ലധികം മാർക്ക് ഉറപ്പായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത്രയിലധികം ഇത് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ട് ഉറപ്പെടുത്തുക. ഏകദേശം 7 മിനിറ്റിനുള്ളിൽ 36 മാർക്ക് സെറ്റ് ആയിട്ടുണ്ട്. നോട്ട് വായിക്കുക, ഒന്ന് ആൻസർ ചെയ്യട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.